പുതിയ സമുദ്ര നിയമങ്ങൾ നടപ്പിലാക്കി. 2025 കടൽ വഴി ചരക്ക് കൊണ്ടുപോകൽ നിയമം 2025 പ്രസിഡന്റ് ദ്രൗപദി മുർമു ഒപ്പുവെച്ചു. ഇതിലൂടെ ഇന്ത്യയുടെ സമുദ്രമേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്താൻ കഴിയും. ഏകദേശം ഒരു നൂറ്റാണ്ട് മുൻപുള്ള നിയന്ത്രണങ്ങളെ മാറ്റിസ്ഥാപിക്കുന്ന ഇവ ഇന്ത്യയുടെ സമുദ്ര വ്യാപാര നിയമങ്ങൾ ആഗോള മാനദണ്ഡങ്ങൾക്കനുസരിച്ച് വേഗത്തിലാക്കാനും കാര്യങ്ങൾ സുരക്ഷിതവും കാര്യക്ഷമവുമാക്കാനും ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. കടൽ വഴിയുള്ള ചരക്ക് കൊണ്ടുപോകൽ നിയമം ഇപ്പോൾ അന്താരാഷ്ട്ര ഹേഗ് വിസ്ബി നിയമങ്ങൾ പാലിക്കുന്നു. അതായത് ഷിപ്പിംഗ് കമ്പനികൾക്ക് കൂടുതൽ വ്യക്തമായ ഉത്തരവാദിത്തങ്ങളും നിയമപരമായ തലവേദനകളും കുറവാണ്. കപ്പലുകൾ കർശനമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ട്. കാര്യങ്ങൾ തകരാറിലായാൽ കമ്പനികൾ എത്ര പണം നൽകണം എന്നതിന് പരിധികളുണ്ട്. അതേസമയം ഇന്ത്യൻ ജലാശയങ്ങളിൽ ആർക്കൊക്കെ പ്രവർത്തിക്കാനാകുമെന്ന് കോസ്റ്റൽ ഷിപ്പിംഗ് നിയമം കർശനമാക്കുന്നു. വിദേശ കപ്പലുകൾക്ക് ഇപ്പോൾ പ്രത്യേക ലൈസൻസുകൾ ആവശ്യമാണ്. കൂടാതെ പ്രാദേശിക തീരദേശ ഗതാഗതം വർദ്ധിപ്പിക്കുന്നതിന് പതിവ് പദ്ധതികൾ തയ്യാറാക്കുകയും ചെയ്യുന്നു. വിദേശ കപ്പലുകളെ കുറച്ചുകൊണ്ട് ഇന്ത്യയുടെ തീരത്ത് സാധനങ്ങൾ നീക്കുന്നത് എല്ലാവർക്കും സുഗമമാക്കുക. പ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്കും മുദ്രാവാക്യങ്ങൾക്കുമിടയിൽ ബുധനാഴ്ചയാണ് പാർലമെന്റ് ദി കാരിയേജ് ഓഫ് ഗുഡ് ബൈ സീ ബിൽ 2025 പാസാക്കിയത്. പ്രത്യേക തീവ്ര പരിഷ്കരണ വിഷയത്തെ ചൊല്ലിയുള്ള മുദ്രാവാക്യങ്ങൾക്കിടയിലാണ് ഇത്. പ്രതിഷേധങ്ങൾക്കിടയിൽ ബില്ലിനെ കുറിച്ച് ഒരു ചെറിയ ചർച്ച നടന്നു. ബില്ലിനെ കുറിച്ചുള്ള ചർച്ചകളിൽ പങ്കെടുക്കാൻ എഴുന്നേറ്റ് നിന്ന നിരവധി പ്രതിപക്ഷ എംപിമാർ SIR-നെ കുറിച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. എന്നിരുന്നാലും ബില്ലുമായി ബന്ധമില്ലാത്തതൊന്നും രേഖപ്പെടുത്തില്ലെന്ന് ചെയർപേഴ്സൺ ഭുവനേശ്വർ കൽദ വ്യക്തമാക്കി. 100 വർഷം പഴക്കമുള്ളതും സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ളതുമായ ഇന്ത്യൻ കാരിയേജ് ഓഫ് ഗുഡ് ബൈ സീ ആക്ട് 1925 മാറ്റിസ്ഥാപിക്കാനാണ് ബിൽ ഉദ്ദേശിക്കുന്നതെന്ന് ബിൽ അവതരിപ്പിക്കവെ തുറമുഖ ഷിപ്പിംഗ് ജലഗതാഗത മന്ത്രാലയ സഹമന്ത്രി ശാന്തനു താക്കൂർ വ്യക്തമാക്കി. ഇന്ത്യയിലെ ഒരു തുറമുഖത്ത് നിന്ന് രാജ്യത്തെ മറ്റൊരു തുറമുഖത്തേക്കോ ലോകത്തിലെ മറ്റേതെങ്കിലും തുറമുഖത്തേക്കോ കൊണ്ടുപോകുന്ന ചരക്കുകളുടെ ഉത്തരവാദിത്തങ്ങൾ, ബാധ്യതകൾ, അവകാശങ്ങൾ, പ്രതിരോധ ശേഷികൾ എന്നിവ ഈ നിയമം സ്ഥാപിക്കുന്നു. കൂടാതെ 1924 ആഗസ്റ്റിലെ ബില്ലുകൾ ഓഫ് ലേൻഡിംഗുമായി ബന്ധപ്പെട്ട ചില നിയമങ്ങളുടെ ഏകീകരണത്തിനായുള്ള അന്താരാഷ്ട്ര കൺവെൻഷനും തുടർന്നുള്ള ഭേദഗതികൾക്കും അനുസൃതവുമാണ്. സർക്കാർ പ്രസ്താവന പ്രകാരം ബിൽ ഭാഷയും ഘടനയും ലളിതമാക്കുന്നു. ഇത് നിയമം പങ്കാളികൾക്ക്, പ്രത്യേകിച്ച് ഇന്ത്യൻ കയറ്റുമതിക്കാർ, ഇറക്കുമതിക്കാർ, ഷിപ്പിംഗ് പ്രൊഫഷണലുകൾ എന്നിവർക്ക് കൂടുതൽ ആക്സസ് ചെയ്യാൻ സഹായിക്കുന്നു. സാരവത്തായ നിയമചട്ടക്കൂട് നിലനിർത്തിക്കൊണ്ട് ബിൽ അതിനെ സമകാലിക കരട് തയ്യാറാക്കാൻ രീതികളുമായി സമന്വയിപ്പിക്കുന്നു. അവ്യക്തതകൾ കുറയ്ക്കുകയും സാധ്യമായ വ്യവഹാര സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു. വികസിച്ചുകൊണ്ടിരിക്കുന്ന അന്താരാഷ്ട്ര സമുദ്ര കൺവെൻഷനുകളുമായി വേഗത്തിൽ പൊരുത്തപ്പെടാൻ ഇന്ത്യയെ അനുവദിക്കുന്നതിന് ഈ ബിൽ സർക്കാരിനെ അധികാരപ്പെടുത്തുന്നു. എക്സിക്യൂട്ടീവ് വിജ്ഞാപനങ്ങളുടെ പാർലമെന്ററി മേൽനോട്ടം നൽകുന്നതിലൂടെ ഇത് സുതാര്യതയും ഉത്തരവാദിത്വവും ഉറപ്പാക്കുന്നു. ഇന്ത്യയുടെ സമുദ്ര വ്യാപാര നിയമങ്ങൾ ഭാവിയിലേക്ക് സജ്ജമാക്കുന്നതിനും UK-യുമായുള്ള സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര വ്യാപാര കരാറുകളുമായി പൊരുത്തപ്പെടുന്നതിനുമുള്ള ഒരു പ്രധാന ചുവടുവയ്പ്പാണ് ഈ ബിൽ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.